നമ്മുടെ മത്തീനെ അങ്ങോട്ട് പീര വറ്റിച്ചെടുക്കാം. ഞങ്ങളിവിടെ ചാളയെന്നാണ് കേട്ടോ പറയാറ്. അതിനാവശ്യമായിട്ട് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഈ സാധനങ്ങളെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒതുക്കിയെടുക്കാം. വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കുടംപുളിയും പിന്നെ ആ മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം, അതും മാത്രം മതി കേട്ടോ. കൂടുതൽ വെള്ളം പോലെ ഒന്നും ഒഴിച്ച് വെക്കണ്ട കേട്ടോ. ഇതും കൂടിയിട്ടൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക ഈ ചട്ടിയുടെ അകത്ത് തന്നെ. ഞാൻ ഉപ്പിടാൻ മറന്നു കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തട്ടിപ്പൊത്തി ഇടുക. ഈ ചാള ഞങ്ങൾ ഇന്നലെ ഹാർബറിൽ പോയപ്പോൾ വാങ്ങിച്ച ചാളയാണ് കേട്ടോ. അതിൻ്റെ കുറച്ചെടുത്ത് ഞാൻ പൊരിച്ചായിരുന്നു, ബാക്കി ഉണ്ടായിരുന്നത് പീര വറ്റിക്കാനായിട്ട് എടുത്തിട്ടോ. ഞങ്ങളിതിനെ പീര വറ്റിക്കുക എന്നാണ് പറയണത്. ചില ആൾക്കാർ പീര ഒതുക്കിയത് അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയണത്. അപ്പോൾ നിങ്ങളെന്താ പറയാമെന്ന് കമൻറ്റ് ചെയ്യാം. ഇതിനെ ഞാൻ ചെറിയ അടുപ്പിൽ വെച്ചാണ് കേട്ടോ വേവിച്ചെടുക്കണത്. പട്ടി ഇതിൻ്റെ ഇടയിൽ കൂടി കിടന്ന് കുരക്കുന്നുണ്ട്. ഉപ്പിടാൻ ഞാൻ മറന്നുപോയല്ലോ, രണ്ടാമതാണ് പിന്നെ ഉപ്പിട്ടത് കേട്ടോ. ഇതിൻ്റെ ബാക്കി പകുതി അക്ഷിത കൊണ്ടുപോയിട്ടുണ്ട്. അത് കറി വെച്ചോ ഇല്ലയെന്നറിയില്ല, ചിലപ്പോൾ വെട്ടിയിട്ടും കൂടി ഉണ്ടാവില്ല മീൻ. ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയോ വേപ്പിലയോ ഒന്നും ഇട്ടിട്ടില്ല, അത് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. തീ കൂട്ടി തന്നെയാണ് ഇട്ടേക്കണത്. ഒന്ന് തിളവന്ന് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഞാനൊന്ന് കുറച്ചിടുന്നുണ്ട് കേട്ടോ. തുറന്ന് നോക്കാം. വെള്ളം വറ്റിയിട്ടില്ല, വെള്ളം വറ്റി വരട്ടെ കേട്ടോ. ഒന്ന് നമ്മൾ ലാസ്റ്റായിട്ട് വേപ്പില, കറിവേപ്പില ഇട്ടു, കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടോ. നമ്മുടെ പീര വറ്റിച്ചത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ. നല്ല ചൂടൻ ചോറൊക്കെ ഉണ്ടെങ്കിൽ പീര വറ്റിച്ചതും കൂട്ടി കഴിക്കാൻ നല്ല രസമാണേ. ഇങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ.